ഇപ്പൊ അതെല്ലാം മാറി. ഇപ്പൊ കാലത്തിന്റെ ഈ കാലം മാറുന്നത് ഇവിടെ പറഞ്ഞല്ലോ, ഈ ക്രൗര്യത്തിന്റെ ഭാവമാണ് ഇപ്പോ മുളച്ചു നിൽക്കുന്നത്. സ്നേഹത്തിന്റെ ഭാഗം ഇങ്ങനെ മാറിപ്പോവുകയാണ്. സ്നേഹം അകന്നു പോകുന്നുണ്ടോ? സ്നേഹം നമ്മളിൽ നിന്ന് അകന്നു പോകുന്നുണ്ടോ? ക്രൗര്യത്തിന് കൂടുതൽ പ്രാധാന്യം വരുന്നുണ്ടോ എന്ന കാര്യം യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് എന്ന അഭിപ്രായം കൂടി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഇപ്പോ പണ്ടത്തെ മുദ്രാവാക്യങ്ങളല്ല ഇപ്പോൾ വരുന്നത്. യാതൊരു ധാരണയില്ലാതെ ഒരു 10 കൊല്ലം മുമ്പ് പോലും ചിലവാകാത്ത മുദ്രാവാക്യങ്ങൾ ഇപ്പൊ തെരുവിൽ വിളിക്കുക. കാലുവെട്ടും കൈവെട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ആലോചിച്ചിട്ട് നമ്മുടെ നാട് എങ്ങോട്ടാ പോകുന്നു? തലയെടുക്കും. ഇതെല്ലാം വെട്ടിയെടുക്കാൻ മാത്രം ഈ തലയും കാലും എല്ലാം അങ്ങനെ കാണിച്ചു കൊടുക്കുക ആരെങ്കിലും? ഇത് പറഞ്ഞാൽ അർത്ഥം ഇതൊന്നും ഈ സമൂഹം അംഗീകരിക്കാനേ പോകുന്നില്ല. ഈ സമൂഹത്തിൽ ഇത്തരം ആളുകളെ കുറിച്ച് വലിയ അവമതിപ്പാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള ഒരു സ്ഥിതിയും നമ്മുടെ നാട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. പിന്നെ ഈ ആളുകളെ ആദരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ ആലങ്കോടിനെ പറ്റി ഞാൻ ഇവിടെ പറഞ്ഞു. ഏറ്റവും ഒന്നല്ല അദ്ദേഹത്തിന്റെ പ്രസംഗം. നീ ചുമയുള്ളത് കൊണ്ടാണ്, അതെ, കടുത്ത ചുമയുള്ളത് കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം എന്ന് പറയുന്നത് ഇങ്ങനെ കേട്ടിരുന്നാൽ നമ്മൾ അവിടെ എണീറ്റ് പോകില്ല. അതിങ്ങനെ ഒഴുകുകയാണ്. അതിനിടയിലൂടെ കവിതകൾ പാടും. അദ്ദേഹം എഴുതിയ കവിതകളുണ്ട്. അതുപോലെ തന്നെ വയലാറിനെയും ഭാസ്കരൻ മാഷിനെയും എല്ലാം അദ്ദേഹം ഉദ്ധരിക്കാറുണ്ട്.